സഹോദരന്മാരെ, ഇദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടാവും. പ്രത്യേകിച്ച് ഗൾഫിലുള്ളവർക്ക് പരിചയമുണ്ടാവും. ടിക്ടോക്കിലോ ഉപയോഗിച്ച് പരിചയമുള്ളവർക്കെല്ലാം ഇദ്ദേഹത്തിന് അറിയാം. സലാം തിരൂര് എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ഒരു സാധാരണ പ്രവർത്തകനാണ്. ഇദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോക്കിയേ. ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ ഗവൺമെന്റിനെ കുറിച്ച് ഇദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കും. ഇതൊന്ന് കേട്ടുനോക്കിയാട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ സലാം തിരൂര. ഞാൻ ഒരു മുസ്ലിം ലീഗുകാരനായിരുന്നു. ഞങ്ങൾക്കൊക്കെ ആദ്യം തന്നെ ഞങ്ങൾക്ക് അറിയാം. 10 കൊല്ലം പിണറായി സർക്കാർ ഭരിച്ചപ്പോൾ ഞാനൊക്കെ വിചാരിച്ചിരുന്നു ഇത് പോയി കിട്ടിയെങ്കിൽ മതിയായിരുന്നു. വേറെ ഒരാൾ വന്നു കഴിഞ്ഞാൽ, കോൺഗ്രസ് വന്ന് കയറി കഴിഞ്ഞാൽ കോൺഗ്രസ് ഭരിക്കാൻ ഫസ്റ്റാണ്, ലീഗ് അതിന്റെ പിന്നിൽ താങ്ങിക്കോളും എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഈ വന്ന് നോക്കുമ്പോൾ ഒക്കെ പേര് അറബിക്കടലായിട്ടാണ് വന്നത്. വന്ന ആൾക്കാർ മുഴുവനും അറബിക്കടലും ചവിറ്റ് കൊട്ടയിട്ട് വന്നു. ഇപ്പോൾ എന്തായി? ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഒരു മുസ്ലിം ലീഗാണ്. ഇപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഒരു യാസീൻ ഓതിയിരുന്നു നമ്മൾ ഇതുവരെ പോകാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ പിണറായി സർക്കാർ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കത്തം വരക്കാണ്. നിങ്ങൾ പിണറായിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും ഇങ്ങോട്ട് പിടിച്ചു കൊടുന്നേരോ. ഇവിടെ നമ്മളെ കേരളം ഭരിക്കാൻ പിണറായിനെ കഴിച്ചിട്ട് മറ്റുള്ളവരൊക്കെ ഉള്ളൂ. കേട്ടില്ലേ? നിങ്ങൾ ഇത് കേട്ടല്ലോ. സലാം തിരൂരി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകൻ, KMCCന്റെ പ്രവർത്തകൻ പറയുന്നത് നിങ്ങളെല്ലാം കേട്ടല്ലോ. ഇനി ഇദ്ദേഹത്തെ പിടിച്ചിട്ട് എന്ത് ചെയ്യൂ? മാപ്പിള സഖാവ്, മറ്റേ അന്തം കമ്മി, കുന്തം കമ്മി എന്നെല്ലാം പറയൂ. അതിന് നിങ്ങൾ മടിക്കൂല മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ. ഇത് തന്നെയാണ് ഞാൻ പലപ്പോഴും പറയുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത് ഇതാണ്. ഇതേപോലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് പലർക്കും ഇതേ അഭിപ്രായമുണ്ട്. ഈ സലാം തിരൂരിന് മാത്രമൊന്നുമല്ല, സാധാരണക്കാരനായ സോഷ്യൽ മീഡിയയിലൊന്നും കൂടുതലൊന്നും ഉപയോഗിക്കാത്ത മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകന്മാർക്കും എന്നുണ്ട് ഇതേ അഭിപ്രായം തന്നെയാണ്. പക്ഷെ അത് അവർ പറയുന്നില്ല, പുറത്തു പറയാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതെന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരുടെ അവസ്ഥ ഇപ്പോ മൂലക്കുരു വന്ന പോലെയാണെന്ന് പറയാൻ കാരണം അതാണ്. നിങ്ങൾക്ക് പലപ്പോഴും നീന്നില്ല പറയാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം എന്താ? നിങ്ങൾ യാസീൻ ഓതിയിട്ട്, ഫാത്തി ഓതിയിട്ട്, മജ്ലിസുൻ നൂർ നടത്തിയിട്ട് എല്ലാം കൊണ്ടുവന്ന് ഗവൺമെന്റില്ലേ, ആ ഗവൺമെന്റിനെ വിമർശിക്കാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നില്ല. പക്ഷെ നിങ്ങൾ ഉള്ളിലുണ്ട് കാണിച്ച ഇവരെ പോക്ക് ശരിയില്ല എന്നുള്ളത്. അത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സലാം തിരൂരിനെ പോലെയുള്ള വ്യക്തികൾ പലരും വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ തുറന്നു പറയാൻ അവരെ മാനസികാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നുണ്ട്. പക്ഷെ അത് സാധാരണ പ്രവർത്തകന്മാർക്ക് പറയാൻ വേണ്ടി പറ്റുന്നില്ല. അവരെല്ലാം ഉള്ളിൽ കടിച്ചമർത്തി നിൽക്കുക. കാരണം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്തു ഇപ്പൊ UDF സർക്കാരിന്റെ കാലത്തു രണ്ടു കൊടുത്തിട്ട് ചെറിയൊരു താരതമ്യം, കൂടുതലൊന്നും ആയിട്ടാലോ, 4 മാസമല്ലേ ആയിട്ടുള്ളൂ. അതൊന്ന് ചെറിയൊരു താരതമ്യം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂലേ? എല്ലാ വിഷയത്തിലും, ഇന്നത് വിഷയമൊന്നുമില്ല, എല്ലാ വിഷയത്തിലും നിങ്ങൾ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കി. അത് നിങ്ങൾ എന്ത് ചെയ്യണോ? നിങ്ങളെ പോലെയുള്ള ആൾക്കാർ മനസ്സിലാക്കണോ? ഏതായാലും 5 കൊല്ലം ഇല്ല, ഇനിയും കാത്തിക്കാൻ നമുക്കല്ലേ. ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു, ഇനി എന്തെല്ലാം കേൾക്കണം. ആ സമയമാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? മുസ്ലിം ലീഗിന്റെ സൈബർ പോരാളികൾ തേച്ചും വരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മൾ. ഇതൊന്നും മാപ്പിള സഖാക്കൾ പറയുന്നല്ലോ, മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകന്മാർ പറയുന്നതാണല്ലോ. ഇദ്ദേഹം മാത്രമല്ല, മുമ്പ് വേറെ ഒരു വ്യക്തി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പണ്ട് മുക്കോ ഉമർ ഫൈസി ഉസ്താദിനെ വിമർശിച്ചിട്ട് തന്തേന്നെല്ലാം വിളിച്ച വ്യക്തി അതേ വിഷയത്തിൽ ഇപ്പം വന്നിട്ട് പ്രതികരിക്കുന്നുണ്ടല്ലോ. മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തക സൈബർ പോരാളി. ഇതന്നെയാണ് പലരും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മളിതെല്ലാം കണ്ടിട്ട് ആസ്വദിക്കുന്നുണ്ട് കേട്ടാ. നിങ്ങളെ ഈ പ്രതികരണമല്ലോ നിങ്ങളെ കൊണ്ട് തന്നെ അള്ള പറയിപ്പിക്കുന്ന ഇത്. പക്ഷെ നിങ്ങൾ എന്തെല്ലാം കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിയിട്ടാണ് ഭരണത്തിലേക്ക് വന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വല്ലാത്ത ജാതി തന്നെ അല്ലേ?